ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ലിജോയ്സ് ബാബു, തൃശൂർ. ദൈവനാമത്തിന് മഹത്വം. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ പ്രഭാതവന്ദനം. ഇന്ന് രാവിലെ വിചിന്തനത്തിനായിട്ട് 1-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 1-ാം സങ്കീർത്തനത്തിലെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നിന്ന് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ 3 പ്രത്യേകതകൾ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നിന്ന് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി വേർപെട്ട ജീവിതം നയിക്കുന്നവനായിരിക്കും. അതിലെ ഓരോ പദപ്രയോഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ വേർപെട്ട ജീവിതത്തിലെ 3 പ്രത്യേകതകളും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. 1-ാം വാക്യത്തിൽ ആലോചന, നടക്കുക എന്നുള്ള പദം, അതെ, വേർപെട്ട ജീവിതം നയിക്കുന്ന ഒരു വിശ്വാസി ലോകത്തിലെ ആലോചനകളെക്കാൾ ദൈവത്തിൻ്റെ ആലോചനയെ ശ്രദ്ധിക്കുന്നവനായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, വഴി, നിൽപ്പ് എന്നുള്ള പദങ്ങളിൽ നിന്ന് ലോകത്തിലെ ജീവിതശൈലിയേക്കാൾ ദൈവിക ശൈലിക്ക്, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള ജീവിതശൈലിക്ക് പ്രാധാന്യം കൊടുക്കുന്നവനായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, പരിഹാസികളുടെ ഇരിപ്പിടം, ഇരിക്കുക എന്നുള്ള പദങ്ങളിൽ നിന്ന് ലോകത്തിലെ മനോഭാവങ്ങളെക്കാൾ ദൈവിക മനോഭാവങ്ങളെ വിലമതിക്കുന്നവനായിരിക്കും എന്നുള്ളത് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി വേർപെട്ട ജീവിതം നയിക്കുന്നവനായിരിക്കുമെന്നുള്ളത് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം വേർപെട്ട ജീവിതമാണോ നയിക്കുന്നത്? ലോകത്തിലെ ആലോചനകളെക്കാൾ, ലോകത്തിലെ ജീവിതശൈലിയേക്കാൾ, ലോകത്തിലെ മനോഭാവങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ആലോചനയെ ശ്രദ്ധിക്കുവാൻ, ദൈവിക ജീവിതശൈലിക്ക് പ്രാധാന്യം കൊടുക്കുവാൻ, ദൈവിക മനോഭാവങ്ങളെ വിലമതിക്കുവാൻ നമുക്കിടയാകുന്നുണ്ടോ എന്നുള്ളത് ഈ പ്രഭാതത്തിലൊന്ന് നമ്മെ പരിശോധിക്കുവാൻ ഇടയാകുന്നുവെങ്കിൽ അത് വളരെ പ്രയോജനകരമായിരിക്കും. മറ്റൊരു കാര്യം നമുക്കിവിടെ പഠിക്കാൻ സാധിക്കുന്നത് അതിൻ്റെ 2-ാം വാക്യത്തിൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ മറ്റൊരു പ്രത്യേകത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് മറ്റൊന്നുമല്ല, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ വചനത്തിൽ വസിക്കുന്നവനായിരിക്കും എന്നുള്ളതാണ്. അതിൽ നാം ആ വാക്യം വായിക്കുമ്പോൾ സന്തോഷിച്ച് എന്നുള്ള പദത്തിൽ നിന്ന്, അത് ദൈവവചനത്തിൽ വസിക്കുന്ന വ്യക്തി ദൈവവചനത്തിൽ സന്തോഷിക്കുന്നവനായിരിക്കുമെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. മാത്രമല്ല, അവിടെ രാപ്പകൽ എന്നുള്ള പദത്തിൽ നിന്ന് ദൈവവചനത്തിൽ വസിക്കുന്ന ഒരു വ്യക്തി ദൈവവചനത്തെ കുറിച്ച് പഠിക്കുന്നവനായിരിക്കുമെന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ഭാഗ്യവാൻ എന്നുള്ള പദത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വസിക്കുന്ന ഒരു വ്യക്തി ദൈവവചനത്തെ പ്രമാണിക്കുന്നവനായിരിക്കുമെന്നുള്ളത് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ദൈവവചനത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയാണോ നാം ഓരോരുത്തരും എന്നുള്ളത് ഈ രാവിലെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ ഈ സത്യം നമ്മെ ഓർപ്പിക്കുന്നു. മാത്രമല്ല, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ മറ്റൊരു പ്രത്യേകത 3-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. അത് മറ്റൊന്നുമല്ല, സംതൃപ്തകരമായ ജീവിതം നയിക്കുന്നവനായിരിക്കും. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന വ്യക്തി സംതൃപ്തിയുള്ള ഒരു ജീവിതം നയിക്കുന്നവനായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തക്ക കാലത്ത് ഫലം എന്നുള്ള പദത്തിൽ നിന്ന് ആ സംതൃപ്തികരമായ ജീവിതം ഫലമുള്ള ജീവിതമെന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. മാത്രമല്ല, അത് ദൈവിക ഉദ്ദേശങ്ങൾ നിറവേറ്റപ്പെടുന്ന ജീവിതമാണെന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഇലവാടാത്ത എന്ന പദത്തിൽ നിന്ന് ആ ജീവിതം സ്ഥിരതയുള്ളതാണ് എന്നുള്ളത് ഗ്രഹിക്കാൻ സാധിക്കും. മാത്രമല്ല, സാധിക്കും എന്നുള്ള പദത്തിൽ നിന്ന് ഈ ജീവിതം പാഴായി പോകാത്ത ജീവിതമാണെന്നുള്ളത് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതം സംതൃപ്തികരമായിട്ടുള്ളതാണോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കുവാനിടയായെങ്കിൽ എത്ര നന്നായിരുന്നു. അതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന വ്യക്തി അവൻ വേർപെട്ട ജീവിതം നയിക്കുന്നവനായിരിക്കും. അവൻ വചനത്തിൽ വസിക്കുന്നവനായിരിക്കും. അവൻ സംതൃപ്തികരമായ ജീവിതം നയിക്കുന്നവനായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ഇന്ന് രാവിലെ വേർപെട്ട ജീവിതം നയിക്കുവാൻ, വചനത്തിൽ വസിക്കുന്ന ജീവിതം നയിക്കുവാൻ, സംതൃപ്തികരമായ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.